വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഓൾറെഡി തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, അങ്ങനെ 6 മാസത്തെ കടൽ ജീവിതത്തിന് ശേഷം തേസേട്ട തിരിച്ചെത്തുകയാണ്. ഇനി നമ്മുടെ കൂടെ കുറച്ച് മാസങ്ങളിലുണ്ടാവും. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് നമ്മള്. ഗുൽസു ഇപ്രാവശ്യം 2 എക്സൈറ്റ്മെന്റ് ആണല്ലോ. ഗുൽസു അച്ഛയെ കാണാൻ പോവാണ്. ഗുൽസു അച്ഛ ഓർമ്മയുണ്ടോ? അച്ഛ ഓർമ്മയുണ്ട് തോന്നുന്നുണ്ട്. വായൊക്കെ തുറന്ന് എക്സൈറ്റ്മെന്റ് കാണിക്കുന്നുണ്ട് ഗുൽസുവിന് അച്ഛൻ ഫോട്ടോസിലുള്ള ഒരാളാണ് ഇപ്പൊ. കാരണം ഗുൽസുവിന് 6 മാസമായപ്പോ അച്ഛൻ പോയതല്ലേ. അപ്പൊ ഗുൽസുവിന് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി, ശിവൻ, യേശു ക്രിസ്തു, കുംഫു പാൻഡ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഫ്രെയിം, പിന്നെ അച്ഛന്റെ ഫോട്ടോ. ഇതൊക്കെയാണ് ഗുൽസുവിന് ഇപ്പൊ തൽക്കാലം അച്ഛൻ. വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ അച്ഛനൊക്കെ പറയാറൊക്കെ ഉണ്ട്. ഇനി നേരിട്ട് കാണുമ്പോ ഗുൽസുവിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്താ, ഇപ്രാവശ്യം തേസാന്റെ അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റിയിട്ടില്ല. അവർക്ക് അവിടെ കുറച്ച് കാര്യങ്ങളായിട്ട് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ, അമ്മ, ഗുൽസു ആൻഡ് അശ്വിൻ, ഞങ്ങൾ 4 പേരും, അല്ല 3:15 ആണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. ബാക്കി അവിടെ പോയിട്ട് കാണിച്ചിട്ട് ഞാന് രാവിലെ തന്നെ ഒരു ബൊക്കെയൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു. അത് നമ്മുടെ ഒരു എന്താ പറയാ ചടങ്ങാണല്ലോ. അപ്പൊ അതൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിന്, മൂപ്പർക്ക് അതൊക്കെ ഭയങ്കര ചമ്മലുള്ള ആളാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ബുക്കെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് ഇല്ല 5 മിനിറ്റിൽ അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ഞാൻ വിചാരിച്ചു ആക്ച്വലി ലേറ്റ് ആവും കേട്ടോ. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്തിനാണ് എത്തിയത്. നമ്മളിവിടെ പാർക്കിങ്ങിൽ നിർത്തിയതും തേസേട്ടൻ എത്തി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചതും ഒരേ ടൈമിലായിരുന്നു. നമ്മളെത്തി. ഓക്കെ, കാണാം. ബൈ. No confusion. ആരാത് ഗുൽസു? ഭയങ്കര ഇഷ്ടാട്ടോ. ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടം. നമുക്ക് പോവാം. ഗുൽസുവിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു തേസേട്ടാ? ഗുൽസുവിനെ കണ്ടിട്ട് അതിശയം തോന്നുന്നു. അതിശയോ? ഓ അത് ശരി. വീഡിയോ ഞാൻ ഇവിടുന്ന് പോയപ്പോഴേ ഇങ്ങനെ കിടക്കല്ലേ ഉള്ളായിരുന്നു. എങ്ങനെ കിടക്കണ? ഇങ്ങനെ കമന്ന് മറിഞ്ഞൊന്നും വീഴാൻ പറ്റില്ലല്ലോ. കഷ്ടി കമന്ന് വീണു. പക്ഷെ അത്ര കുറച്ച് കഴിയുമ്പോഴേക്കും ടയർഡ് ആവുമായിരുന്നു ആള്. നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് ടാറ്റയൊക്കെ തന്നെ നിർവൃതിയായി. അച്ഛനെ തിരിച്ചറിഞ്ഞു. എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റം എന്തൊരു താല്പര്യമില്ലാതെ ഉണ്ടോ? ഇല്ല, ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പൊ അഴിച്ചു വെച്ചിരിക്കുക. ഞാനത് അഴിച്ചു വെച്ചിരിക്കുക, ഇട്ടിട്ടില്ല. ഞാൻ അഴിച്ചു വെച്ചിരിക്കുക, അത് ഇട്ടിട്ടില്ല. പല്ലിന് വ്യത്യാസം ഉണ്ട്. ആണോ? പരന്നോ പല്ല്? അത് ഞാൻ പരപ്പിക്കണ്ടേ. അത് ഭാഗ്യം കൊണ്ട് കാണാൻ കിടക്കണല്ലേ. ഭയങ്കര മാറ്റം ഒരാള് നോക്കുമ്പോ ഇങ്ങനെയൊക്കെ ആവുന്നത്. മറ്റേ എവിടെങ്കിലും കിടന്ന അവിടെ കിടക്കത്തില്ലേ?
അയ്യോ ഇത് ആരുടെ ഇത്? എനിക്ക് നിക്കൊക്കെ ചെയ്യല്ലേ ഇങ്ങനെ. കുറച്ച് വിട്ടിട്ടോ അപ്പോഴേക്കും വീഴും. അപ്പോൾ ഇന്ന് വേറെ അധികം വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഉടനെ ഞങ്ങൾ പഴയ പോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.